എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ലോകത്തിൽ വെച്ച് ഏറ്റവും അത്യാഡംബരപൂർവ്വമായിട്ട് നടന്ന ഒരു വിവാഹത്തിനെ പറ്റിയാണ്. മറ്റാരുടേതുമല്ല, ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകനായ ആനന്ദ് അംബാനിയും രാധിക മർച്ചൻറ്റുമായിട്ടുള്ള വിവാഹ ഒരുക്കങ്ങളും അതിൻ്റെ പ്രീ വെഡ്ഡിംഗ് സെറിമണിയും എല്ലാമായിട്ട് ഏകദേശം 6 മാസത്തോളമായി ഇത് അനൗൺസ് ചെയ്തിട്ടും ഇതിൻ്റെ ആഘോഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലും സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടു അല്ലേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ ആയിരുന്നു. ഇന്ന് ജൂലൈ 14 അതിൻ്റെ ഫൈനൽ റിസപ്ഷൻ ആണ് എന്നാണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റിൻ ബീബറും അതുപോലെ തന്നെ ജോൺസീനെ അടക്കമുള്ള നിരവധി VVIPകളെ അങ്ങോട്ട് കോടികൾ പേ ചെയ്തിട്ടാണ് അവർ ഈ വെഡ്ഡിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത്, അവരുടെ ഒരു പ്രസൻസ് അറിയിച്ചിട്ടുള്ളത്. ഈ VVIPകൾ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ആളുകളുണ്ട് കേട്ടോ. ലൈക്ക് കേന്ദ്രമന്ത്രിമാർ, മന്ത്രിമാർ, മറ്റനവധി രാജ്യങ്ങളിലെ മന്ത്രിമാരടക്കം, ബോളിവുഡ് സ്റ്റാർസ്, മറ്റ് രാജ്യങ്ങളിലെ പ്രശസ്തരായ വ്യക്തികളടക്കം ഒരുപാട് പേര് പങ്കെടുത്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു അവരുടെ ഈ കല്യാണം എന്ന് പറയുന്നത്. നരേന്ദ്രമോദി, നമ്മുടെ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ, അവരെ ആശീർവദിക്കാൻ കഴിഞ്ഞ ദിവസം എത്തിയ ന്യൂസൊക്കെ നമ്മൾ ന്യൂസ് ചാനൽസിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. ഈ അതിഥികളുടെ സൗകര്യാർത്ഥം 100ഓളം ചാർട്ടേഡ് ഫ്ലൈറ്റ്സും പ്രൈവറ്റ് ജെറ്റ്സും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതൊരു വിവാഹത്തിൻ്റെയും ഏറ്റവും ആദ്യപടിയായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് ഇൻവിറ്റേഷൻ കാർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഈ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചൻറ്റിൻ്റെയും വിവാഹത്തിൻ്റെ വെഡ്ഡിംഗ് കാർഡ് അവരൊരു ഗിഫ്റ്റ് ബോക്സിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗിഫ്റ്റ് ബോക്സ് തീം, അങ്ങനെയാണ് അവരത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വളരെ യൂണീക്കായിട്ട് നമ്മൾ കേൾവി പോലും ഇല്ലാത്ത തരത്തിലാണ് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പറയപ്പെടുന്നത് ഏകദേശം ഇപ്രകാരമാണ്: ഹിന്ദു ദൈവങ്ങളുടെ എല്ലാം ചെറിയ മിനിയേച്ചർ രൂപങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വിഷ്ണു ഭഗവാന്റെ ദശാവതാരമാണ് അവരതിൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന തീം എന്ന് പറയുന്നത്. അത് എൻ്റെ വെഡ്ഡിങ്ങിലും അവർ ചൂസ് ചെയ്തിട്ടുള്ള തീം ദശാവതാരമായിരുന്നു. അതുപോലെ തന്നെ ആ ഗിഫ്റ്റ് ബോക്സിൽ വെള്ളിയിൽ തീർത്ത ഒരു കുഞ്ഞു മന്ദിർ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേമസ് ആയിട്ടുള്ള പശ്മിന ഷോൾ അവരതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഈ ഗിഫ്റ്റ് ബോക്സിൽ, കല്യാണക്കുറിയുടെ ഗിഫ്റ്റ് ബോക്സിൽ ഉണ്ടായിരുന്നത് കൈപ്പടയിൽ എഴുതിയിട്ടായിരുന്നു അതിൻ്റെ ക്ഷണക്കത്ത് അവർ തയ്യാറാക്കിയിട്ടുള്ളത് എന്നായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് പറയാനുള്ളത് ഒരുപാട് ട്രോളുകൾ ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ആനന്ദ് വെഡ്ഡിങ്ങിൻ്റെ പ്രീ വെഡ്ഡിങ് ഫംഗ്ഷൻസിനെ പറ്റിയാണ് കേട്ടോ. നമ്മളിങ്ങനെ എപ്പോഴും പറയും, ഇതുവരെ തീർന്നില്ലേ, എന്നും ഇവർക്ക് ഈ പ്രീ വെഡ്ഡിങ് ഫംഗ്ഷൻസ് ആയിരുന്നു. മെയിനായിട്ട് 3 ഫംഗ്ഷൻസ് ആട്ടോ അവർ നടത്തിയത്. ആദ്യത്തേത് ഗുജറാത്തിൽ, അത് മാർച്ച് മാസത്തിലായിരുന്നു. അതിന് ഏകദേശം 1250 കോടിയോളം രൂപ ചിലവാക്കിയെന്നാണ് കണക്കുകളും ന്യൂസുകളൊക്കെ പറയുന്നത്. രണ്ടാമത്തേത് വളരെ എക്സ്ക്ലൂസീവായിട്ട് പ്രൈവറ്റായിട്ട് അവർ ഇറ്റലിയിലൊരു അത്യാഡംബരപൂർവ്വമായിട്ടുള്ള ക്രൂസിൽ വെച്ച് നടത്തിയതാണ്. അത് 1000 കോടിയോളം ചിലവ് വന്നു എന്നാണ് ന്യൂസിലെല്ലാം കണ്ടത്, നമുക്ക് കാണാൻ സാധിച്ചത്. അത് എക്സ്ക്ലൂസീവാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഫംഗ്ഷൻസിന് വരുന്ന അതിഥികളുണ്ടല്ലോ, അവർക്ക് മൊബൈൽ പോലും ഈ ഫംഗ്ഷൻസിലേക്ക് അലൗഡ് അല്ലായിരുന്നു. അത്രയും പ്രൈവറ്റ് ആയിട്ട് അവർ നടത്തിയൊരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ ഇത്. ആനന്ദ് വെഡ്ഡിങ്ങിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അവർ ചിലവാക്കിയത് 5000 കോടി രൂപയോളം വരുമെന്നാണ് ന്യൂസിലെല്ലാം കാണുന്നത് കേട്ടോ. അത് ഏകദേശം ഇവരുടെ വെൽത്തിൻ്റെ 0.5% മാത്രമാണുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലരെല്ലാവരും ഇങ്ങനെ ട്രോളായിട്ട് പറയുന്നത് കേട്ടു, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഫംഗ്ഷനാണ് അല്ലെ വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹത്തിന് നമ്മൾ അത്രയും നാൾ സമ്പാദിച്ചതും ഇനി സമ്പാദിക്കാൻ പോകുമെന്ന് നമ്മൾ കരുതുന്ന തുക കടം വാങ്ങിച്ചിട്ടും ഭയങ്കര അടിപൊളിയായിട്ട് ഓൾമോസ്റ്റ് ഒരു 50%, 75% നമ്മൾ ചിലവാക്കുന്ന സ്ഥാനത്ത് ആനന്ദ് അംബാനിയുടെ വെഡ്ഡിങ്ങിന് അംബാനി ടീം അവരുടെ വെറും വെൽത്തിൻ്റെ 0.5% മാത്രം ചിലവാക്കി മാതൃകയായി എന്നെല്ലാം ട്രോളും ന്യൂസിലെല്ലാം കണ്ടിരുന്നു കേട്ടോ. ഹൗ ഫണ്ണി അല്ലേ. ഏറ്റവും ആദ്യത്തെ പ്രീ വെഡ്ഡിംഗ് ഫംഗ്ഷൻ ഗുജറാത്തിലായിരുന്നല്ലോ നടന്നത്. അതിൽ മാർക്ക് സക്കർബർഗ് അടക്കമുള്ള, ബിൽഗേറ്റ്സും മാർക്ക് സക്കർബർഗ് അടക്കമുള്ള നിരവധി VVIPകളാണ് പങ്കെടുത്തത്. അതിനുശേഷം പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഫംഗ്ഷനായിട്ട് അവർ പറയപ്പെടുന്നത് ഒരു സംഗീത് നൈറ്റ് ഉണ്ടായിരുന്നു. അതും നിത മുകേഷ് അംബാനി കൾച്ചറൽ സെൻറ്ററിലായിരുന്നു നടന്നത്. അതിൽ വന്നത് ആരാണെന്ന് അറിയാമോ? ജസ്റ്റിൻ ബീബർ. അതും കോടികൾ അങ്ങോട്ട് പേ ചെയ്തിട്ട്. വാട്ട് എ മാരേജ് അല്ലേ. ഭക്ഷണത്തിന് വേണ്ടി അവർ ഈ വിവാഹത്തിന് ചിലവാക്കിയത് ഏകദേശം 270 കോടിയോളം രൂപയാണെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ പറയാനുള്ളത് ഈ എൻറ്റയർ വെഡ്ഡിങ്ങിൻ്റെ തീമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ദശാവതാരമായിരുന്നു അവരിതിന് തീമായിട്ട് ചൂസ് ചെയ്തത്. എങ്കിൽ കൂടി വാരാണസി എന്ന നഗരത്തിനോടുള്ള ബഹുമാനാർത്ഥം, നമുക്കറിയാം സംസ്കാരത്തിലും കലയിലും പാരമ്പര്യത്തിലും എല്ലാം വളരെ പേര് കേട്ട ഒരു നഗരമാണ്. ആ നഗരത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യങ്ങളും കൾച്ചറൽ കാര്യങ്ങളുമെല്ലാം അവർ ഈ വരുന്ന അതിഥികളുണ്ടല്ലോ, മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തു നിന്നുമായി ഫേമസ് ആയിട്ടുള്ള ഒരുപാട് VVIPകൾ പങ്കെടുത്ത വിവാഹമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വാരാണസിയുടെ പൈതൃകങ്ങളും കാര്യങ്ങളും എല്ലാം അവരിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ സിനിമാ മേഖലകളിൽ നിന്നും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലകളിൽ നിന്നും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഈ ഫംഗ്ഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി, ഹോണറബിൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധൂവരന്മാരെ ആശീർവദിക്കാൻ കഴിഞ്ഞ ദിവസം എത്തിയതായിട്ട് നമ്മളെല്ലാവരും ന്യൂസിൽ കണ്ടു. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല കേട്ടോ, മറ്റു രാജ്യത്തെ പല മേഖലകളിലും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ ഫംഗ്ഷനിൽ, ഇവരുടെ ഈ ഒരു ഫാമിലി ഫംഗ്ഷനിൽ വന്നതായിട്ട്
ആയിട്ട് എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടു. ഒരുപാട് പേര് ട്രോളുന്നുണ്ട് കേട്ടോ, എന്തിനാണ് ഇത്രയും അത്യാഡംബരമായിട്ടൊരു വിവാഹം നടത്തുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും സ്പെൻഡ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നവ്യ നായർ ഒരു കാറ് വാങ്ങിച്ച സമയത്ത് അതിൻ്റെ താഴെയും വന്ന കമൻസ് കണ്ടു, നിങ്ങൾക്ക് പാവങ്ങളെ സഹായിച്ചുകൂടെയെന്ന്. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ. ധനികരായവർ അവർക്ക് ചേർന്ന രീതിയിൽ അവരുടെ കുടുംബ ഫംഗ്ഷൻസും വിവാഹങ്ങളും അവരുടെ ബാക്കി കാര്യങ്ങളെല്ലാം അവർക്ക് അവരുടെ സ്റ്റേറ്റസിന് ചേർന്ന രീതിയിൽ ചെയ്യുന്നു. നമ്മൾ നമ്മുടെ രീതിക്ക് ചെയ്യുന്നു. അതിൽ കുറ്റം പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഓവറോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഭയങ്കര എലഗൻ്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇനി ഒരിക്കലും നമ്മുടെ ഒരു ആയുസ്സിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള വിവാഹങ്ങളും ഒരുപാട് ഫംഗ്ഷൻസ് എല്ലാം ആയിരുന്നു. അത് നമുക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ നല്ല രസമായിരുന്നു. മൈ റേറ്റിംഗ് ഈസ് 4.5. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലൊക്കെ തിരുത്തി തരണം. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളതെല്ലാം കമൻസിൽ ആഡ് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.